ദായിൽ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, പൂഴിങ്കുന്ന്, ആലത്തിയൂർ. നമസ്കാരം. വെട്ട ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾ തിരൂർ. പൊന്മുണ്ടം ബൈപ്പാസ് അപ്രോച്ച് റോഡിന് ടെൻഡർ നടപടി പൂർത്തിയായതായി MLA കുറുക്കോളി മൊയ്തീൻ പറഞ്ഞു. സേതുബന്ധൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 33 കോടി രൂപ ചെലവിട്ടാണ് റോഡ് നിർമ്മിക്കുന്നത്. പ്രവൃത്തി ഏകോപിപ്പിക്കാൻ സബ് കമ്മിറ്റി രൂപീകരിച്ചതായും മാർച്ച് 6-ന് തഹസിൽദാരുടെ സാന്നിധ്യത്തിൽ KSEB ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർക്കുമെന്നും MLA പറഞ്ഞു. തിരൂരിൽ ചേർന്ന വിവിധ വകുപ്പുതല അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. MLA കുറുക്കോളി മൊയ്തീൻ വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥന്മാരുടെ യോഗം തിരൂർ റെസ്റ്റ് ഹൌസിൽ വിളിച്ചു ചേർത്തു. പൊതുമരാമത്ത്, റോഡ്സ്, ബ്രിഡ്ജസ്, വാട്ടർ അതോറിറ്റി, KSEB ഉദ്യോഗസ്ഥന്മാർ യോഗത്തിൽ പങ്കെടുത്തു. പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം പാഴായി പോകുന്നതും പുതുതായി നിർമ്മാണം പൂർത്തീകരിച്ച റോഡുകൾ മുന്നറിയിപ്പില്ലാതെ വെട്ടിപ്പൊളിച്ചതും ഉൾപ്പെടെയുള്ള വിഷയത്തിൽ MLA ഉദ്യോഗസ്ഥരെ താക്കീത് ചെയ്തു. അതൊന്നും അടച്ചാൽ തന്നെ ഒരു പകുതി സമാധാനം വെള്ളം തന്നിരിക്കലും വേണ്ടിയില്ല, വെള്ളം വരുന്ന ആശാക്കാൻ മതി. ഒന്നുങ്ങൾ പയ്യനാടി പോയിട്ടാണ് പോയി. ഇപ്പൊ എത്രയോ ശക്തിയിലെ വെള്ളം പോകുന്നത്. അപ്പൊ ഞാൻ അത് നീന്തി കടന്നുകൊണ്ടാണ് പോകുന്നത്. അത് നിങ്ങളവിടെ പറഞ്ഞു ഇത്ര വലിയ ദേശീയ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത്. അവിടൊക്കെ ഉണ്ടാക്കിയ റോഡിലൊക്കെ ഉണ്ടായ വിഷയങ്ങൾ എനിക്കറിയാം. പുതിയ റോഡ് വൃത്തിപ്പൊടിക്കാണ്. പഞ്ചായത്ത് റോഡുണ്ട്, ജില്ലാ പഞ്ചായത്തിന് കൈവശങ്ങളുണ്ട്, പിന്നെ റോഡൊക്കെ ഉണ്ട്. ഒരു വേദനയില്ല. വെട്ടിച്ചിറ പുന്നത്തല റോഡ് 2 മാസത്തിനകം പൂർത്തിയാക്കാനും പനമ്പാലം അപ്രോച്ച് റോഡ് നിർമ്മാണം ഏപ്രിൽ 15-നകം പൂർത്തിയാക്കാനും തീരുമാനമായതായി MLA പറഞ്ഞു. പിന്നെ പുന്നത്തലക്ക് പോകുന്ന വെട്ടിച്ചിറ പുന്നത്തല റോഡ്, അതിൻ്റെ വർക്ക് വളരെ പ്രഗതിയിലാണ്. അവിടുത്തെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നടന്നു വരുന്നുണ്ട്. അവിടെയും വാട്ടർ അതോറിറ്റിൻ്റെ ചില വർക്കുകൾ ചെയ്ത് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. അത് ഒരു പെട്ടെന്ന് തന്നെ അത് ചെയ്യാമെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ അതും പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. പിന്നെ വില്ലേജ് ഓഫീസ്, വളവന്നൂരിന് കിട്ടിയ വില്ലേജ് ഓഫീസിൻ്റെ വർക്ക് ASMD ഒക്കെ കഴിഞ്ഞതാണ്. പക്ഷെ അതിൻ്റെ ഫണ്ട് ഗവൺമെൻറ് കൈമാറാത്തതുകൊണ്ട് 2 വർഷമായി നമുക്കതിൻ്റെ പണി ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ കൽപ്പഞ്ചേരി പഞ്ചായത്തിന് നമുക്ക് പുതുതായിട്ട് ഒരു ബിൽഡിങ്ങിനുള്ള ഫണ്ട് 43 ലക്ഷം രൂപ അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ വേഗം പൂർത്തീകരിച്ച് കൊടുക്കാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ. പിന്നെ നമുക്ക് തിരൂർ മുനിസിപ്പാലിറ്റിയിലെ പഴയ പൈപ്പുകൾ മാറ്റാൻ വേണ്ടി 15 കോടി രൂപ അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ AS-ഉം TS-ഉം ആയി കഴിഞ്ഞിട്ടുണ്ട്. തിരൂർ നഗരസഭയിലെ പഴയ പൈപ്പുകൾ മാറ്റാൻ 15 കോടി അനുവദിച്ചതായി MLA പറഞ്ഞു. പൈപ്പുകൾ മാറ്റുന്നതോടെ പൈപ്പുകൾ ലീക്കായി വെള്ളം പാഴായി പോകുന്ന സാഹചര്യം ഒഴിവാക്കാനാവുമെന്നും MLA പറഞ്ഞു. പൊതുമരാമത്ത് സൂപ്രണ്ട് എഞ്ചിനീയർ മിനി, KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുനിൽ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. വെട്ട ന്യൂസ് തിരൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.